Hi students, Kerala University BSc Physics second semester Complementary Mathematics in the fourth module BSc Chemistry second semester Complementary Mathematics in the module 3 Vector Differentiation. അതായത് second sem Physics in the Complementary Maths in the module 4 second sem Chemistry Complementary Maths in the module 3 Vector Differentiation. നമുക്കത് നോക്കാം. വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ അത് വെക്റ്ററിലോട്ട് മാപ്പ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവിടുത്തെ കോഡൊമൈൻ വെക്റ്റേഴ്സ് ആയിരിക്കും. എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ പാരാമീറ്റർ ടി ദാറ്റ് പ്രൊഡ്യൂസസ് എ വെക്റ്റർ. അതായത് ആർ ഓഫ് ടി എന്ന് പറഞ്ഞത് ഒരു വെക്റ്ററിലോട്ട് മാപ്പ് ചെയ്യുന്നു. ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ എന്ന് പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ. ഡിഫറൻസിയേഷൻ ഓഫ് വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് ഇസഡ് ഓഫ് ടി കെ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഓരോന്നിൻ്റെ ഡെറിവേറ്റീവ്. എക്സാമ്പിൾ നോക്കിയേ. ആർ ഓഫ് ടി തന്നിട്ടുണ്ട് ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ. അതിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ? ഐ പ്ലസ് 2tj പ്ലസ് 3t സ്ക്വയർ കെ. അടുത്ത ആർ ഓഫ് ടി എന്ന് പറയുന്നത് സൈൻ ടി ഐ പ്ലസ് ഇ റൈസ് ടു മൈനസ് ടി ജെ പ്ലസ് 3k. എൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ? സൈൻ ടിയുടെ കോസ് ടി ഐ മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ജെ പ്ലസ് 0k. അടുത്ത ആർ ഓഫ് ടി തന്നിട്ടുണ്ട് 5i പ്ലസ് ഇ റൈസ് ടു ടി ജെ മൈനസ് 2 cos പൈ ടി കെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് ടി ഈസിക്കൽ ടു 1 കണ്ടുപിടിക്കുക. അപ്പോൾ ഡെറിവേറ്റീവ് എന്താ? 0i പ്ലസ് ഇ റൈസ് ടു ടി ജെ പ്ലസ് 2 പൈ സൈൻ പൈ ടി കെ. ഇനി ടിക്ക് 1 ഇട്ട് കൊടുത്താൽ ഇങ്ങനെ കിട്ടും. R of t is if R of t is the position vector of a particle moving along a curve in space, then the velocity is its derivative d by dt of R of t. അതാണ് v of t. The velocity vector is tangent to the curve. അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ സ്പീഡ് എന്ന് വിളിക്കുന്നു. സ്പീഡ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് v of t. ഇനി വെലോസിറ്റി വെക്ടറിൻ്റെ ഡെറിവേറ്റീവിനെ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നു. വി ഓഫ് ടിയുടെ ഡെറിവേറ്റീവിനെ എ ഓഫ് ടി എന്ന് വിളിക്കുന്നു. അതായത് പൊസിഷൻ വെക്ടറിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ആക്സിലറേഷൻ. ഒരു ക്വസ്റ്റ്യൻ. ആർ ഓഫ് ടി തന്നിട്ടുണ്ട് 5i പ്ലസ് 3tj മൈനസ് ടി സ്ക്വയർ കെ. അതിൻ്റെ സ്പീഡ് ആക്സിലറേഷൻ. അപ്പോൾ ആർ ഓഫ് ടി വി ഓഫ് ടി എഴുതുക. അതിൻ്റെ ഡെറിവേറ്റീവ് 3j മൈനസ് 2tk. സ്പീഡെന്ന് വെച്ചാൽ അതിൻ്റെ മോഡുലസ് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 2t ദ ഹോൾ സ്ക്വയർ. അറ്റ് 1 എന്ന് വെച്ചാൽ ടിക്ക് 1 കൊടുക്കുക. അപ്പോൾ റൂട്ട് 30. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ്. അപ്പോൾ എന്നാ കിട്ടി? മൈനസ് 2k എന്ന് കിട്ടി. ആർ ഓഫ് ടി തന്നിട്ടുണ്ട് 6 cos ti പ്ലസ് 6 sin tj പ്ലസ് ടി സ്ക്വയർ കെ. അതിൻ്റെ വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ അറ്റ് ടി ഈക്വൽ ടു 1. ആക്സിലറേഷനും വെലോസിറ്റിയും ഓർത്തോഗണലാണോ? അപ്പോൾ ആർ ഓഫ് ടി ഉണ്ട്. എന്താണ്? 6 cos ti പ്ലസ് 6 sin tj പ്ലസ് ടി സ്ക്വയർ കെ. അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് വി ഓഫ് ടി. മൈനസ് 6 sin ti പ്ലസ് 6 cos tj പ്ലസ് 2tk. വെലോസിറ്റി അറ്റ് ടി ഈക്വൽ ടു 1. ടിക്കെല്ലാം 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടി. സ്പീഡെന്ന് വെച്ചാൽ ഇതിൻ്റെ മോഡുലസ് റൂട്ട് ഓഫ് 36 sin square t plus 36 cos square t plus 4t square അറ്റ് ടി ഈക്വൽ ടു 1 ഇങ്ങനെ കിട്ടി. ഇനി ആക്സിലറേഷൻ എന്ന് വെച്ചാൽ വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് മൈനസ് 6 cos ti മൈനസ് 6 sin tj പ്ലസ് 2k അറ്റ് ടി ഈക്വൽ ടു 1. ഇനി വെലോസിറ്റി ആക്സിലറേഷൻ ഓർത്തോഗണൽ എന്ന് വെച്ചാൽ അതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നതെന്ന് നോക്കുക. വി ഓഫ് ടി ഡോട്ട് എ ഓഫ് ടി ചെയ്യുമ്പോൾ 4t എന്നാണ് കിട്ടുന്നത്. 0 അല്ല കിട്ടി. അതുകൊണ്ട് ഓർത്തോഗണൽ ആകും എപ്പോഴാ? ടി 0 ആകുമ്പോൾ. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. എന്താണ് 2t² പ്ലസ് 3t മൈനസ് 2j പ്ലസ് 3t² മൈനസ് 1k. അതിൻ്റെ സ്പീഡ് അറ്റ് t ഈക്വൽ ടു 1, അതേപോലെ തന്നെ ആക്സിലറേഷൻ. And the component of its acceleration in the direction s is equal to I plus 2j plus k. അപ്പോൾ ആർ ഓഫ് ടി അതിൻ്റെ ഡെറിവേറ്റീവ് വി ഓഫ് ടി, അതിൻ്റെ സ്പീഡ് കണ്ടുപിടിച്ചു, അറ്റ് ടി ഈക്വൽ ടു 1 കണ്ടുപിടിച്ചു, എ ഓഫ് ടി അതിൻ്റെ ഡെറിവേറ്റീവ്. ദ ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എസ് ഈസ് ഗിവൺ ബൈ എ ഡോട്ട് എസ് ആണ്. അപ്പോൾ എ ഡോട്ട് എസ് എന്ന് പറഞ്ഞാൽ ആ എസ് യൂണിറ്റ് വെക്ടർ ആയിരിക്കണം. നമ്മൾ ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഒക്കെ പറയുമ്പോൾ അവിടെ യൂണിറ്റ് വെക്ടർ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ യൂണിറ്റ് വെക്ടർ ആയിരിക്കണം. അപ്പോൾ ആ വെക്ടറെ ബൈ അതിൻ്റെ മോഡുലസ് കൂടെ ചെയ്യണം. അപ്പോൾ ഇത് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 10√6/6 ഇപ്പോൾ 5√6/3 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റിന് ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. വെലോസിറ്റി കണ്ടുപിടിക്കുക. വെലോസിറ്റിയും ആറ് പെർപെൻഡിക്കുലർ ആണോ എന്ന് വെച്ചാൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു ഉണ്ടെങ്കിൽ ആക്സൽ. ഇനി ഡിഫറൻസിയേഷന് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്നത് അതേ ഒരു പോയിന്റ് അവിടെ റോ മോഡുലസ് ഈ ആംഗിൾ ഫൈ. അപ്പോൾ റോ e⁻⁵ ഒക്കെയാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം കൺസിഡർ ദ 2-dimensional plane polar coordinates റോ ആൻഡ് ഫൈ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. We can express E rho cap and E phi cap in terms of I and J. അപ്പോൾ ഇങ്ങനെ വരും. ഐയും ജെയും കോൺസ്റ്റന്റ് വെക്ടേഴ്സ്. വി ക്യാൻ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ബേസിക് വെക്ടേഴ്സ് ഇ റോ ക്യാപ്പ് ആൻഡ് ഇ ഫൈ ക്യാപ്പ് വിത്ത് റെസ്പെക്ട് ടു ടി ഗിവൺ ബൈ d/dt ഓഫ് ഇ റോ ക്യാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അതേപോലെ തന്നെ ഇ ഫൈ ക്യാപ്പ് ഡെറിവേറ്റീവ് ഇങ്ങനെ കിട്ടും. വേർ ഓർ നോട്ട് മീൻസ് ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പം ജസ്റ്റ് ഐഡിയ മനസ്സിലാകാൻ വേണ്ടി പോളാർ സിസ്റ്റത്തിനകത്ത് 2-dimensional പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് റോയും ഫൈയും. കൺസിഡർ ദ ഫിഗർ. ഇമാജിൻ ഹോൾഡിംഗ് ഫൈ ഫിക്സ്ഡ് ആൻഡ് മൂവിങ് റേഡിയലി അപ്വേർഡ് ദാറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് റോ. ലെറ്റ് us denote unit vectors E rho cap in this direction. Similarly, imagine keeping rho fixed and moving around a circle of fixed radius in the direction of increasing phi. Let us denote the unit vector tangent to the circle by E phi cap. അപ്പം ഈ രണ്ട് വെക്ടേഴ്സ് ഈ റോ ക്യാപ്പും ഈ ഫൈ ക്യാപ്പും ആണ് ആർ ദ ബേസിസ് വെക്ടേഴ്സ് ഓഫ് 2-dimensional coordinate system. Just as I and J are the basic vectors for 2-dimensional Cartesian coordinate. All these basic vectors are shown in the figure. An important difference between the two set of basic vectors is that while I and J are constant in magnitude and direction, the vectors E rho cap and E phi cap have constant magnitude but their directions varies. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. പൊസിഷൻ വെക്ടർ ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. വെലോസിറ്റിയും ആക്സലറേഷനും കണ്ടുപിടിക്കുക. അപ്പം ജസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പം അവിടെ എന്താണ്? ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ദീസ് കോർഡിനേറ്റ്സ്. അതായത് ആർ ഓഫ് ടി എന്ന് പറയുന്നത് റോ ഓഫ് ടി ഇൻറ്റു ഇ റോ ക്യാപ്പ്. അപ്പോൾ ആർ ഓഫ് ടി ഇങ്ങനെ എഴുതി. വെലോസിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ അത് പ്രോഡക്റ്റ് റൂൾ പോലെ എഴുതും. ഫസ്റ്റ് ഇൻറ്റു റോ ഓഫ് ടി ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ഇ റോ ക്യാപ്പ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റോ ഓഫ് ടി. അപ്പോൾ അങ്ങനെയാണ് എഴുതുന്നത്. ആക്സലറേഷൻ എന്ന് വെച്ചാൽ വീണ്ടും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പം നമ്മൾ ഈ മേളിൽ ഡോട്ട് ഇട്ട് പോയാലും മതി. Okay. Differentiation of composite vector expression.
അപ്പോൾ ഇങ്ങനെ പ്രോഡക്റ്റ് റൂൾ പോലെ തന്നെയുള്ളൂ കേട്ടോ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m with position vector to same origins O experience a force F which produces a torque tau is equal to R cross F. The angular moment of the particle about 0 is given by L is equal to R cross mv, where v is the particle's velocity. Show that the rate of change of angular momentum is equal to applied torque. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം എൽ ആണ്. ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഡി എൽ ബൈ ഡി ടി. അതെന്ന് വെച്ചാൽ ഡി ബൈ ഡി ടി ഓഫ് എല്ലിൻ്റെ ആൻസർ എന്തോ ആർ ക്രോസ് എം വി. ഇപ്പോൾ ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു അത് വെച്ച് ആർ ക്രോസ് ഡി ബൈ ഡി ടി ഓഫ് എം വി പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് എം വി. അപ്പോൾ വിയുടെ ഡെറിവേറ്റീവ് നമുക്കറിയാം എ ആണ്. ആ രീതിയിൽ ആറിൻ്റെ ഡെറിവേറ്റീവ് വി ആണ്. അങ്ങനെ എഴുതും. ഇപ്പോൾ ഫോഴ്സ് എഫ് ഫിസിക്കലി എം എ ആണ്. അപ്പം ഇങ്ങനെ കിട്ടും. ഡിഫറൻഷ്യൽ ഓഫ് എ വെക്ടർ. ഡിഫറൻഷ്യൽ ഓഫ് എ വെക്ടർ വെക്ടർ എ ഈസ് ഗിവൺ ബൈ ഡി എ ഇസ് ഇക്വൽ ടു ഡി ബൈ ഡി ഓഫ് വെക്ടർ എ ഇൻറ്റു ഡി. ഒരു വെക്ടറിൻ്റെ ഡെറിവേറ്റീവ് ഡിഫറൻഷ്യലും ഒരു വെക്ടർ ആയിരിക്കും. The change in the position vector of a particle at a time dt is given by dr equal dr by dt into dt. ഇനി ഒരു വെക്ടർ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ. The integral of capital F of t with respect to t is given by integral f of t dt. അതിനെ ഇങ്ങനെ എഴുതും. ആ സ്മോൾ എഫ് ഓഫ് ടി ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് വിളിക്കും. കാരണം ഇവിടെ ലിമിറ്റ് വന്നിട്ടില്ല. ലിമിറ്റ് വരാത്തതുകൊണ്ടാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് ടി തന്നിട്ടുണ്ട് ടി സ്ക്വയർ ഐ പ്ലസ് 2tj പ്ലസ് 3t³ കെ. അതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ എന്തോ ജസ്റ്റ് ഓരോ ടേമിൻ്റെ ഇൻ്റഗ്രൽ t³ ബൈ 3i പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് 3 ഇൻറ്റു ടി റൈസ് ടു 4 ബൈ 4k പ്ലസ് ഒരു സിയും കൂടെ എഴുതണം. ഇൻ്റഗ്രൽ ആകുമ്പോൾ പ്ലസ് സിയും കൂടെ എഴുതണം. അതേപോലെ ഒരു ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ പിന്നൊരു ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഉണ്ട്. ലാസ്റ്റ് വാല്യൂ എടുത്താൽ മതി. അപ്പോൾ സി കിട്ടത്തില്ല. അതേപോലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ. എഫ് ഓഫ് ടി ഈസ് ഇക്വൽ ടു ടി മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് 2t³ ജെ മൈനസ് 3k. അത് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ. അടുത്ത ക്വസ്റ്റ്യന് എഫ് ഓഫ് ടി ഈസ് ഇക്വൽ ടു 3t സ്ക്വയർ മൈനസ് ടി ഇൻറ്റു ഐ പ്ലസ് 2 മൈനസ് 6t ഇൻറ്റു ജെ മൈനസ് 4tk. അതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കും. പിന്നെ ഇൻ്റഗ്രലിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെയുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓരോ ടേമിൻ്റെ ഇൻ്റഗ്രലായിട്ട് എഴുതുക. പിന്നെ ഇൻ്റഗ്രേഷന് പല റൂളുണ്ട്. ട്രിഗ്നോമെട്രി വരുമ്പോൾ ഇപ്പം കോസ് സ്ക്വയർ ഒക്കെ വരുമ്പോൾ എന്താണ് 1 മൈനസ് കോസ് 2t/2. പിന്നെ അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടെടുത്ത് അങ്ങനെ അതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. എന്നാലേ ഈ പ്രോബ്ലം ഓരോന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ പല ക്വസ്റ്റ്യനും ഉണ്ട് കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി വെലോസിറ്റി തന്നിട്ടുണ്ട് വി ഓഫ് ടി കോസ് ടി ഐ എ മൈനസ് സൈൻ ടി ജെ പ്ലസ് കെ. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കും. വെൻ ടി ഈസിക്കൽ ടു 0 ആർ ഈസിക്കൽ ടു 2i പ്ലസ് കെ. അപ്പോൾ വി ഓഫ് ടി തന്നെ ആറ് കണ്ടുപിടിക്കാൻ ആറിൻ്റെ ഡെറിവേറ്റീവ് ആണ് വി. അപ്പോൾ വിയുടെ ഇൻ്റഗ്രലാണ് ആറ്. ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു സി കിട്ടുമല്ലോ. സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ടിക്ക് 0യും ആറിന് 2i പ്ലസ് കെ കൊടുക്കുക. അപ്പോൾ ടിക്ക് 0 കൊടുക്കുക. ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇതെന്തോ 1i പ്ലസ് കെ പ്ലസ് സി. അതിൽ നിന്ന് സി ഈസിക്കൽ ടു കണ്ടുപിടിക്കും. ആർ ഓഫ് 0 ഈസിക്കൽ ടു ജെ പ്ലസ് സി. അപ്പോൾ ആർ ഓഫ് 0 ഇതാണ്. അപ്പോൾ സിയുടെ വാല്യൂ കിട്ടും. അത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ആക്സിലറേഷൻ തന്നു. വെലോസിറ്റി ആറും കാണും. ആക്സിലറേഷൻ്റെ ഇൻ്റഗ്രലാണ് വെലോസിറ്റി. അതിൻ്റെ ഇൻ്റഗ്രലാണ് ആർ ഓഫ് ടി. അപ്പം അങ്ങനെ ചെയ്യും. അപ്പം ഇഫ് ദ വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ബി 0 അറ്റ് ടി ഈസിക്കൽ ടു 0. അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. അത് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായില്ലേ? അത് വെച്ച് ജസ്റ്റ് ചെയ്താൽ മതി.
a small particle of mass m orbits much large mass capital M centered at origin. According to Newton's law of gravitation, the position vector r of the small mass obeys the differential equation. This differential show that this is a constant. ഇപ്പോൾ കണ്ടോ, ഡെറിവേറ്റീവ് ഓഫ് അത് 0 എന്ന് കാണിച്ചാൽ മതി, അന്നേരം അത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം. ഇനി ഈക്വൽ ഏരിയ സ്വെപ്റ്റിംഗ് ഈക്വൽ ടൈം. ഇൻ എ ടൈം dt, the change in the position vector of small mass is dr, and the element of area swept out by the position vector of the particle is dA is equal to 1/2 into mod r cross dr. dt കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ dA by dt is equal to 1/2 into r cross dr by dt. ഓക്കെ, പിന്നെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, വെലോസിറ്റി പൊസിഷനും കണ്ടുപിടിക്കാൻ മുമ്പേ പറഞ്ഞതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സ്പേസ് കർവ്. A space curve is the locus of the point x, y, z whose coordinates are functions of variable t. അപ്പോൾ r of t is equal to xt I plus yt j plus z of t k. x of t, y of t, z of t എന്ന് വെച്ചാൽ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ്, സ്കെയിലാർ വേരിയബിൾ t. t ഇൻക്രീസ് ചെയ്യുമ്പോൾ t നോട്ടിൽ നിന്ന് t1ലേക്ക് പോകുന്നു, അതനുസരിച്ച് ഇത് ഓരോന്നും മാറുന്നു. അതാണ് സ്പേസ് കർവ്. അപ്പോൾ ഹെലിക്സിൻ്റെ ആണെങ്കിൽ r of t is equal to cos ti plus sin tj plus tk ആണെന്ന് ഓർക്കുക. ഹെലിക്സ് എന്ന് വെച്ചാൽ സ്പ്രിങ് ആണെന്ന് ഓർക്കുക. ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, the arc length between 2 points t1 and t2 is given by of the curve r of t is given by length equal integral t1 to t2 root of dr by dt the whole square plus, അതായത് സ്പീഡിൻ്റെ ഡെറിവേറ്റീവ് ആണ്, സോറി സ്പീഡിൻ്റെ ഇൻ്റഗ്രലാണ് ലെങ്ത്, അത് ഓർത്താൽ മതി കേട്ടോ. ആർ ഓഫ് ടി തന്നു കഴിഞ്ഞാൽ ആർ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ആണ് വെലോസിറ്റി, അതിൻ്റെ മോഡുലസ് ആണ് സ്പീഡ്. സ്പീഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആർക്ക് ലെങ്ത് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ് ആർ ഓഫ് ടി തന്നേക്കുക, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തോ ഡി ആർ ബൈ ഡി ടി, അതിൻ്റെ മോഡുലസ് ആണ് സ്പീഡ്, അത് വെച്ചാണ് ചെയ്തത്. എ കർവ് ലൈങ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ ഈസ് ഗിവൺ ബൈ y ഈക്വൽ y ഓഫ് x z ഈക്വൽ ടു 0. ഷോ ദാറ്റ് ദ ആർക്ക് ലെങ്ത് അലോങ് ദ കർവ് ബിറ്റ്വീൻ x ഈക്വൽ ടു a ആൻഡ് x ഈക്വൽ ടു b ഈസ് ഗിവൺ ബൈ ഇന്റഗ്രൽ a ടു b റൂട്ട് ഓഫ് 1 പ്ലസ് dy ബൈ dx ഹോൾ സ്ക്വയർ dx. അത് മെയിൻ ഇക്വേഷൻ ആണ്, ലെങ്ത് ഓഫ് ദ കർവ് കണ്ടുപിടിക്കുക, അത് പഠിച്ചോണം. അപ്പോൾ ആർ ഓഫ് ടി കർവ് ലൈങ് ഇൻ ദ എക്സ് വൈ പ്ലെയിനാണ്, അപ്പോൾ z ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പം നമ്മൾ എക്സിന് ടി എന്ന് കൊടുത്തു, y എന്തോ y ഓഫ് എക്സ് ആണ്, അപ്പം y ഓഫ് ടി ആവും. എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി ആർ ബൈ ഡി ടി കിട്ടും. അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്നോട് എടുക്കും, ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. അപ്പോൾ ഡി ആർ ബൈ ഡി ടി എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് അത്. ഓക്കെ, യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ, അതായത് വെലോസിറ്റി ബൈ സ്പീഡാണ് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ ക്യാപിറ്റൽ. If a curve is given by r of s where s is the arc length, then dr by ds is the unit tangent vector. Curvature. Curvature kappa എന്ന് ഡിനോട്ട് ചെയ്യുന്നു. As a particle moves along a smooth curve in the plane, the unit tangent vector turns as the curve bends. Since t is the unit vector, its length remains constant and its direction changes as the particle moves along the curve. The rate of change of the unit vector t with respect to arc length s at a given point is called the curvature vector at that point, denoted by kappa. Kappa is equal to equation mod dt by ds, അതായത് mod d square r by ds square, അതിനെയാണ് കർവേച്ചർ. റെസിപ്രോക്കൽ ഓഫ് എ കർവേച്ചർ ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ, റോ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. റോ ഈക്വൽ ടു 1 ബൈ മോഡ് കാപ്പ. കർവേച്ചർ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യന് വെക്ടർ ആർ ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ.
അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഇവിടെ ചെയ്തേക്കുന്ന dr/dt ഡോട്ട് dr/dt. അപ്പോൾ അതിൽ നിന്ന് എസ് ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുന്നു. S = AT, T = S/A. അപ്പോൾ ആ ക്വസ്റ്റ്യനകത്ത് ടിയുടെ അവിടെ S/A കൊടുക്കുക. എന്നിട്ട് കാപ്പാട് ഇക്വേഷൻ dr/ds അങ്ങനെ വെച്ച് ചെയ്യാം. വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, 1/speed × mod dt/dt. അതും എന്താണ്? കർവേച്ചറിൻ്റെ ഇക്വേഷൻ 1/speed × mod dt/dt. ആ മേളത്തെ ടി യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറിൻ്റെ, താഴത്തെ ടി ടൈമിൻ്റെ. അത് വെച്ചും നമുക്ക് ചെയ്യാം. സ്കെയിലാർ ഫീൽഡ് ആൻഡ് വെക്ടർ ഫീൽഡ്. സ്കെയിലാർ ഫീൽഡ് ഈസ് എ സ്കെയിലാർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ്. Example, water pressure at each point is in the ocean, temperature at each point. Vector field is a vector valued function of 3 variables. Gradient. Gradient field of a scalar function f is denoted by del f is equal to dou f by dou xi plus dou f by dou yj. Dou f by dou z k ആണ്. ഗ്രേഡിയൻ്റ് കണ്ടുപിടിക്കുക. ഒരു ക്വസ്റ്റ്യൻ f of x y z is equal to x plus y plus z. അപ്പം ഡോ എഫ് ബൈ ഡോ എക്സ് 1, ഡോ എഫ് ബൈ ഡോ വൈ 1, ഡോ എഫ് ബൈ ഡോ ഇസഡ് 1. അപ്പോൾ എന്താ 1i പ്ലസ് 1j പ്ലസ് 1k ആണ് ഡെൽ എഫ്. അപ്പോൾ i പ്ലസ് j പ്ലസ് k ആണ്. എക്സ് വൈ സെഡിൻ്റെ ആകുമ്പോൾ ആ ഇക്വേഷൻ ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ, ഡോ എഫ് ബൈ ഡോ ഇസഡ് കണ്ടുപിടിക്കുക, ij ഇട്ട് കൊടുക്കുക. അതാണ് ഡെൽ എഫ്. അറ്റ് ദ പോയിന്റ് ചോദിക്കാമേ. ഇപ്പോൾ ലാസ്റ്റ് എക്സിനും വൈക്കും ഇസഡിനും വാല്യൂ കൊടുത്താൽ മതി. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഡെൽ എഫ് വന്നിട്ടുണ്ട്. ഡെൽ എഫിൽ നിന്ന് തിരിച്ച് കൊണ്ടുപോകാൻ. അപ്പോൾ ഡെൽ എഫ് ഈസ് ഇക്വൽ ടു വൈ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഐ പ്ലസ് എക്സ് പ്ലസ് ഇസഡ് പ്ലസ് 2xyj പ്ലസ് വൈ പ്ലസ് 2xzk. ഫൈൻഡ് ഫൈ സച്ച് ദാറ്റ് ഫൈ ഓഫ് 111 ഈക്വൽ ടു 5 ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഡെൽ എഫ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡെൽ എഫ് നമുക്കറിയാം ഡെൽ എഫിന് അല്ല ഡെൽ ഫൈ. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ്. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ എന്ത്, ഡോ ഫൈ ബൈ ഡോ എക്സ് ഇതാണ്, ഡോ ഫൈ ബൈ ഡോ വൈ ഇതാണ്, ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഇതാണ്. അങ്ങനെ 3 എഴുതി അതിൽ നിന്ന് ഫൈ എഴുതുക. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഇതെന്തോ കിട്ടും, എക്സ് വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് എക്സ് ഇസഡ് സ്ക്വയർ പ്ലസ് സി. ഇപ്പോൾ സി കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ എക്സ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് വൈ ഇസഡിൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതും. അതിനെ വൈ വെച്ച് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, വൈ വെച്ച് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തോ കിട്ടും, എക്സ് പ്ലസ് 2xy പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് എഫ് ഡാഷ്. ആ എഫ് ഡാഷ് എന്ന് വെച്ചാൽ ഇത് കമ്പയർ ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. അപ്പോൾ എഫ് ഡാഷ് 0 ആണെങ്കിൽ എഫ് സി ആണ്. ആ രീതിയിൽ ചെയ്തിട്ട് ലാസ്റ്റ് 111 ഇട്ട് കൊടുക്കാം. ഡൈവേർജൻസ് ഡൈവ് എഫ്. ഇപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് v1 പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഓഫ് v2 പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് v3. ഇറ്റ് ഈസ് എ ഡൈവേർജൻസ് ഓഫ് p എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അത് സ്കെയിലാറാണ്. ഡൈവേർജൻസ് എന്ന് വെച്ചാൽ ഒരു സ്കെയിലാറാണ്. ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ഈസ് എ സ്കെയിലാർ. ഡെൽ ഡോട്ട് വി എന്നും എഴുതും. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഡൈവഫും കേളഫും ഗ്രാഡഫും കണ്ടുപിടിക്കാൻ. അത് ജസ്റ്റ് നിങ്ങൾ കാണണേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. പ്ലേലിസ്റ്റിനകത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഗ്രേഡിയൻ്റ് അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി, അത് വെച്ച് ചെയ്യും. വീണ്ടും ഡൈവഫിൻ്റെ ക്വസ്റ്റ്യന്
solenoid vectors. A vector is solenoidal if its divergence is 0. ഇപ്പോൾ ഡൈവർജൻ്റ് ഉത്തരം 0 ആണെങ്കിൽ സോളിനോയിഡൽ എന്ന് പറയുന്നു. ചെക്ക് വെതർ എന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിച്ചിട്ട് 0 ആണെങ്കിൽ സോളിനോയിഡ്, അല്ലെങ്കിൽ നോട്ട്. കേൾ എന്ന് വെച്ചാൽ ഡെൽ ക്രോസ് വി ആണ്. ക്രോസ് പ്രോഡക്റ്റ് നമ്പർ ഐ ജെ കെ, ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്, പിന്നെ ഓരോ ടേംസ് V1, V2, V3 അങ്ങനെ അത് ചെയ്യും. വി തന്നിട്ടുണ്ട്, കേൾ എഫ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തതും കേൾ എഫ് കണ്ടുപിടിക്കാം, ഡെൽ ക്രോസ് എഫ് കണ്ടുപിടിക്കാം ഒരു ക്വസ്റ്റ്യൻ. ഇറോട്ടേഷണൽ വെക്ടർ. എ വെക്ടർ വി ഈസ് ഇറോട്ടേഷണൽ ഇഫ് ഇറ്റ്സ് കേൾ ഈസ് 0 വെക്ടർ. A vector point function V is a conservative field if it is irrotational. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ കോൺസ്റ്റന്റ് എ ബി സി സോ ദാറ്റ് വെക്ടർ വി ഈക്വൽ എക്സ് പ്ലസ് 2y പ്ലസ് എ ഇസഡ് ഐ പ്ലസ് ബി എക്സ് മൈനസ് 3y മൈനസ് ഇസഡ് ജെ പ്ലസ് 4x പ്ലസ് സി വൈ പ്ലസ് 2z കെ ഈസ് ഇറോട്ടേഷണൽ. ഇപ്പോൾ ഇറോട്ടേഷൻ എന്ന് വെച്ചാൽ കേൾ വി ഈക്വൽ ടു 0. അപ്പോൾ കേൾ വി എന്ന് വെച്ചാൽ ഡെൽ ക്രോസ് വി. അപ്പോൾ അത് വിയുടെ ഓരോ കമ്പോണൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ചെയ്യുമ്പോൾ ഈക്വൽ ടു 0. അപ്പോൾ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ എയും ബിയും സിയും വാല്യൂ കിട്ടും, അത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കേൾ ആർ എന്ന് പറയുന്നത് 0 ആണ്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എഫ് ഓഫ് എക്സ് വൈ സെഡ് തന്നു കഴിഞ്ഞാൽ ഗ്രാഡ് എഫ് കണ്ടുപിടിക്കാൻ, അതേപോലെ തന്നെ ഒരു വെക്ടർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കേൾ എഫും ഡൈവ് എഫും കണ്ടുപിടിക്കാനും ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് കാണാം. ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ, അത് ഡെൽ സ്ക്വയർ ഫൈ ഈക്വൽ ടു 0. ലാപ്ലേസ് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഡെൽ സ്ക്വയർ ഫൈ ഈക്വൽ ടു 0 കിട്ടണം. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ 0 എന്ന് കിട്ടിയാൽ മതി. ഫൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു, സെക്കൻഡ് ഡെറിവേറ്റീവ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഈക്വൽ ടു 0. ലാപ്ലേഷ്യൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ രീതിയിൽ അത് ചെയ്യുക. ടോട്ടൽ ഡെറിവേറ്റീവ്, ഇപ്പം നമ്മൾ ഡെൽ എഫ് അറിയാം, അല്ലെങ്കിൽ ഡെൽ ഫൈ എന്ന് വെച്ചാൽ എന്തോ ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ ആണ്. ആറ് ഡി ആർ ഒക്കെ നമുക്കറിയാം. ടോട്ടൽ ഡെറിവേറ്റീവ് ഡി ഫൈ ബൈ ഡി യു എന്ന് വെച്ചാൽ ഡെൽ എഫ് എ ഡോട്ട് ഡി ആർ ബൈ ഡി യു ആണ്. എൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കേൾ കണ്ടുപിടിക്കുക ഒരു ക്വസ്റ്റ്യൻ, ലാപ്ലേഷ്യൻ ചെയ്ത് അങ്ങിട്ടേക്കുന്നു. തെറ്റാണെന്ന് പോലും നമുക്ക് പിടി കിട്ടത്തില്ല കേട്ടോ, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം. ഡെൽ സ്ക്വയർ ഫൈ ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. അത് ഈക്വൽ ടു 0 കിട്ടിയാൽ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തെന്ന് പറയാം. ഇത് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്നേ ഉള്ളൂ, ജസ്റ്റ് അത് കണ്ടുപിടിച്ചാൽ മതി. ഡൈവേർജൻസ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യന്. പിന്നെ ആർ എന്ന് പറയുന്ന എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ധാരാളം, അത് ട്രൈ ചെയ്ത് നോക്കണം. ഫൈ എന്ന് പറയുന്ന സ്കെയിലാർ ഫങ്ഷൻ ആണെങ്കിൽ കേൾ ഓഫ് ഗ്രാഡ് എഫ് 0 ആയിരിക്കും. അതേപോലെ തന്നെ പ്രൂവ് ദാറ്റ് ഡൈവ് ഓഫ് കേൾ ഓഫ് ഐ ഈക്വൽ ടു 0 ചെയ്യാവുന്നതേ ഉള്ളൂ, പെട്ടെന്ന് ആൻസർ കിട്ടും. വെക്ടർ ഓപ്പറേറ്റേഴ്സ് ആക്ടിങ് ഓൺ സം ആൻഡ് പ്രോഡക്ട്സ് കൺസിഡർ ഫങ്ഷൻ ഫൈ ആൻഡ് സൈ ആൻഡ് ദ വെക്ടർ ഫീൽഡ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അപ്പം നമ്മുടെ ജസ്റ്റ് അഡീഷൻ, സബ്ട്രാക്ഷൻ, പ്രോഡക്റ്റ്, ഡിവിഷൻ ആ രീതിയിൽ തന്നെ ഉള്ളൂ ഇത് കേട്ടോ. പ്രോഡക്റ്റ് റൂള്, ഡോട്ട് പ്രോഡക്റ്റ്, അപ്പം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. പ്രൂവ് ദാറ്റ് ഡൈവ് എഫ് ഓഫ് വി ഇസിക്കൽ എഫ് ഇൻറ്റു ഡൈവ് പ്ലസ് വി ഇൻറ്റു ഗ്രാഡ് എഫ്. ജസ്റ്റ് ഒരു പ്രൂഫ് പോലെയാണ്, അത് മനസ്സിലാക്കുക. ഷോ ദാറ്റ് ഡെൽ ക്രോസ് ഡെൽ എഫ് ഡോട്ട് ഡെൽ എഫ് ഡെൽ ഫൈ
del phi cross del f, അത് 0 ആണ്. അപ്പം ഷോ ദാറ്റിൻ്റെ ക്വസ്റ്റ്യന് ഷോ ദാറ്റ് del dot del phi cross del psi equal to 0 where psi and phi are scalar function. ജസ്റ്റ് ചെയ്യുക. അത് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ട്രൈ ചെയ്യാൻ. പിന്നീട് ക്വസ്റ്റ്യൻസ് പ്രൂവ് ദാറ്റിൻ്റെ ക്വസ്റ്റ്യൻ. ഡൈവ് ഓഫ് ഗ്രാഡ് r raised to n എന്ന് വെച്ചാൽ n into n plus 1 into r raised to n minus 3 ആണ്. ഇനി if phi is any scalar field and a is any vector field, then del cross phi a equal del phi cross a plus phi del cross a. അപ്പോൾ അതൊരു ജസ്റ്റ് പ്രൂഫ് പോലെ എഴുതുന്ന ഒരു പ്രോബ്ലമാണ്, അത് മനസ്സിലാക്കി വെച്ചേക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സർഫസസ്, പാരാമെട്രിക് ഫോം, എക്സ്പ്ലിസിറ്റ് ഫോം, ഇംപ്ലിസിറ്റ് ഫോം. പാരാമെട്രിക് ഇക്വേഷൻ x equal to x of t, y equal to y of t, z equal to z of t. This represents a curve in the slope that can be expressed in the middle net. R of t, x of t, y of t, z of t are the component functions or components of R of t ആണ്. Surfaces are velocity function of 2 variables. 3 വേരിയബിൾ ഉണ്ട്. R of uv, x of uv i plus y of uv j plus z of uv k ആണ്. Surface of the form z is equal to f of xy. പരാബോളോയിഡിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ്റെ ഫോം റെപ്രസെൻറ്റിങ് എ കർവ് ഓൺ സർഫസ് ഇൻ പാരാമെട്രിക് ഫോം. any curve r of t, any curve r increasing where lambda, r of lambda, where lambda is a parametric on the surfaces, can be represented by the pair of equations relating the parameter u and r. For example, applying chain rule, that is tangent rule. Tangent to the curve at any point is given by dr by d lambda is equal to dr by dx into dx by d lambda plus dr by dv into dv by d lambda. Two curves u equal to constant and v equal to constant passing through any point p on S are called coordinate curves. Okay. Surface area of parametric equation, അതിൻ്റെ കാര്യങ്ങൾ ഉണ്ട്. സർഫസ് എസ് ഈസ് ഇക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ മോഡ് ഡി ആർ ബൈ ഡി യു ക്രോസ് ഡി ആർ ബൈ ഡി ആർ ഡോ ആർ ബൈ ഡോ ആർ ഡി യു ഡി വി ആണ്. അതായത് മോഡ് എക്സിൻ്റെ ഡബിൾ ഡെറിവേറ്റീവ് ആണ്. പിന്നെ ലാസ്റ്റിൽ ക്വസ്റ്റ്യൻസ്. Find the element of area on the surface of a sphere of radius a and hence calculate surface area of the. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ്, ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഉണ്ട്, ചെയ്ത് പഠിക്കുക കേട്ടോ. സിലിണ്ടറിക്കൽ ആൻഡ് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. x is equal to rho cos phi, y is equal to rho sin phi, z is equal to z. Rho greater than equal to 0, phi എന്ന് പറയുന്നത് 0 തൊട്ട് 2π വരെയും z എന്ന് വെച്ചാൽ -π തൊട്ട് +π വരെ വേണം. അപ്പം ഇങ്ങനെയാണ് പൊസിഷൻ വെക്ടർ. പിന്നെ ചെയ്യുന്നത് ടു ടേക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് r വിത്ത് റെസ്പെക്ട് ടു phi z. അപ്പം 3 കോൺസ്റ്റൻറ്റ് അങ്ങനെ ചെയ്യുന്നതാണ്. factors.
വെക്റ്റർ ഓപ്പറേറ്റേഴ്സ് ഇൻ സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. അപ്പോൾ ഇതൊക്കെ ഒരു എഫ് തന്നു കഴിഞ്ഞാൽ ഗ്രാഡ് എഫ്, ഡെൽ എഫ്, കേൾ എഫ് ഒക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചോണം. ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കണം കേട്ടോ. അതിൽ നിന്നും മാർക്ക് കുറയ്ക്കാൻ നോക്കരുത്. അപ്പോൾ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസും ലാസ്റ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതുക. താങ്ക് യു.